മമ്മൂക്ക എന്നോട് പറയായിരുന്നു, നീ ഇങ്ങനെ ചൂസ് ചെയ്യാറൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ അഡ്വൈസിന് എടുക്കണം, സീരിയസ് ആയിട്ട് എടുത്തിട്ട് കുറച്ച് പടങ്ങൾ ചെയ്യണം. വരുന്ന സിനിമയുടെ ശരിയായിരിക്കില്ല ഫർഹാന്റെ ശരി, അതെ ഫർഹാന്റെ ശരിയായിരിക്കില്ല വരുന്ന സിനിമയുടെ. അതെ അതെ. ഇപ്പൊ ആസ് വി സ്പീക്ക് എനിക്ക് വന്നൊരു പടം, ഞാൻ പടത്തിന്റെ പേര് പറയുന്നില്ല, ഇപ്പൊ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിപ്പുണ്ട്. അത് ആക്ച്വലി ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു. നല്ല സിനിമകൾ പോലും ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ പോയിട്ടുണ്ട്. കുറച്ച് കാലത്തിന് ശേഷമാണ് തുടരിനുള്ളിൽ എത്തിയത്. എന്തായിരുന്നു ആ ക്യാരക്ടർ തിരഞ്ഞെടുക്കാനുള്ള കാരണം? റീടേക്ക് ആയപ്പോഴത്തേക്കും ലാലേട്ടൻ വന്ന് പറഞ്ഞു, മോനെ ഇങ്ങനെ എത്ര ആലോചിക്കണ്ട മോനെ, നമുക്ക് സിമ്പിൾ ആയിട്ട് അങ്ങ് ചെയ്താൽ മതി. എപ്പോഴെങ്കിലും സിനിമ വിട്ടുപോകണമെന്നും തോന്നിയിരുന്നോ? വാപ്പാടെയും ഷാനുവിൻ്റെയും സാധനം ബാക്ക്ഗ്രൗണ്ടിൽ കിടപ്പുണ്ട്. പക്ഷെ അതെനിക്ക് അറിഞ്ഞൂടാ, അതാണോ എന്നെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടർ അതാണോ എന്നറിയില്ല. സുനിലേട്ടൻ്റെ ലാലേട്ടൻ കാണുമ്പോൾ എപ്പോഴും ചോദിക്കും, ഇവിടെ നമ്മുടെ ചെറുത് എവിടെ, ശരി നല്ലോണം നോക്കണം അവനെ. ഫർഹാന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ഫഹദ് എന്നൊരു ആക്ടർ ഷാഡോ ചെയ്യപ്പെട്ടിട്ടുണ്ടോ കരിയറിൽ? ഒന്നെങ്കിൽ ഞാൻ അങ്ങനെ ഇരുന്ന് ഒരു സിനിമ ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ ഒരു നല്ല ഒരെണ്ണം വരും വെയിറ്റ് ചെയ്യണം. ഒരു സിനിമ അല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു ഫർഹാന്റെ ഒരു പ്ലാൻ? അല്ല, അത് ഒരു ഓപ്ഷൻ, അത് ബാക്കപ്പ്. അവസാനം ബാക്കപ്പ് ഒന്നും കിട്ടിയില്ല ഞാൻ പോട്ടു. ഫർഹാൻ വർഷങ്ങൾ കുറേ കണ്ടിട്ടല്ലേ? അതെ അതെ. എൻ്റെ ആദ്യത്തെ ഇന്റർവ്യൂ അനീഷിൻ്റെ കൂടെ ആയിരുന്നു. എനിക്കതൊരു 11-12 വർഷമായിരുന്നു. 12 വർഷമായി. അതിനുശേഷം സ്റ്റീലോപ്പസിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. അതിൽ നിന്ന് തന്നെ ഞാൻ ചോദിക്കാം, 11 വർഷമായി കരിയർ തുടങ്ങിയിട്ട് 5 സിനിമകളല്ലേ? അല്ല 5 സിനിമ ചെയ്തിട്ടുള്ളൂ. 5. ഫർഹാൻ എങ്ങനെയാണ് സിനിമയെ കാണുന്നത്? ഇത് ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ കൂടുതൽ ചൂസ് ചെയ്യാവുന്നതുകൊണ്ടാണോ അതോ എന്നെ തേടി എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന കഥകൾ വരാത്തോണ്ടാണോ, എന്ത് കാരണം കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. എനിക്ക് ആക്ച്വലി 10 വർഷത്തിൽ ഒരു 20 സിനിമ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ 5 ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇനിയെങ്കിലും എനിക്ക് ആ സ്പീഡൊന്ന് പിക്കപ്പ് ചെയ്യണമെന്നുണ്ട്. ഇടയ്ക്ക് ഈ ഭീഷ്മയുടെ സമയത്ത് കണ്ടപ്പോൾ മമ്മൂക്ക എന്നോട് പറയായിരുന്നു, നീ ഇങ്ങനെ ചൂസ് ചെയ്യാറൊന്നും ആയിട്ടില്ല കേട്ടോ, നീ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, അതാണ് ഒരു ആക്ടർ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആ അഡ്വൈസിന് എടുക്കണം, സീരിയസ് ആയിട്ട് എടുത്തിട്ട് കുറച്ച് പടങ്ങൾ ചെയ്യണം. വരുന്ന സിനിമയുടെ ശരിയായിരിക്കില്ല ഫർഹാന്റെ ശരി, അതെ ഫർഹാന്റെ ശരിയായിരിക്കില്ല വരുന്ന സിനിമയുടെ. അതെ അതെ. ഇതിന്റെ ഇടയ്ക്ക് പിടിക്കാൻ പാടുപെടുന്നോണ്ടാണോ? ഓരോ മൂഡാണ്. ഇപ്പൊ ആസ് വി സ്പീക്ക് എനിക്ക് വന്നൊരു പടം, ഞാൻ പടത്തിന്റെ പേര് പറയുന്നില്ല, ഇപ്പൊ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിപ്പുണ്ട്. അത് ആക്ച്വലി ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു. എന്തോ ഞാനത് പിടിച്ചില്ല. കാരണം എനിക്ക് ഇപ്പൊ തൽക്കാലത്തേക്കെങ്കിലും എനിക്ക് കുറച്ച് യങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യണം എന്നുണ്ട്. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു യങ് വൈബിലൊരു സാധനം ചെയ്തിട്ടില്ല. എനിക്കിനി അത് കൂടി പോയാൽ ചിലപ്പോൾ 2-3 കൊല്ലം കൂടെ അത് ചെയ്യാനുള്ളൊരു സ്പേസേ ഉള്ളൂ. അങ്ങനത്തെ ചിന്താഗതികൾ ചിലപ്പം ചില സിനിമയോട് എൻ്റെ നോ പറയാനായിട്ട് ഇതാകുന്ന കാരണമാകുന്നുണ്ട്. നല്ല സിനിമകൾ പോലും ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ പോയിട്ടുണ്ട്. അല്ല, അങ്ങനെ വിഷമം തോന്നിയിട്ടുണ്ടോ മിസ്സായി പോയ റോളുകൾ? കാണുമ്പം വിഷമം തോന്നും, അയ്യോ ഇത് ചെയ്യായിരുന്നു. പക്ഷെ ആ ഒരു വിഷമം ഒരു ദിവസത്തേക്കേ കാണുള്ളൂ. ശരി. പക്ഷെ ആ റോള് ചെയ്ത ആള് എന്നെക്കാളും മച്ച് ബെറ്റർ ആക്ടറാണ്. അതുകൊണ്ട് എന്തായാലും പുള്ളി ചെയ്ത് തന്നെയാണ് നല്ലത്. കുറച്ച് കാലത്തിന് ശേഷമാണ് തുടരിനുള്ളിൽ എത്തിയത്. എന്തായിരുന്നു ആ ക്യാരക്ടർ തിരഞ്ഞെടുക്കാനുള്ള കാരണം? കാരണം ഇത്രയും സെലക്റ്റീവും ഇത്രയും റോള് വരാത്തെന്നും പറഞ്ഞിട്ട് ഈ റോള് പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കാൻ കാരണം എന്തായിരുന്നു? എന്നെ എക്സൈറ്റ് ചെയ്യിച്ചൊരു ഫാക്ടർ എന്ന് പറയുന്നത്, ഇപ്പം തരുൺ എന്നോട് ഈ കഥ പറഞ്ഞപ്പോൾ തരുൺ എന്നോട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കേട്ടിട്ട് ഞാൻ തരുണിനോട് പറഞ്ഞു, എനിക്കൊരു 2 ദിവസം സമയം വേണം, ഞാൻ ആലോചിച്ചിട്ട് പറയാം. എന്നെ എക്സൈറ്റ് ചെയ്യിച്ച സാധനം എന്ന് വെച്ചാൽ, ഈ ക്യാരക്ടർ പുള്ളി നിൽക്കുന്നത് വില്ലന്മാരുടെ കൂടെയാണെങ്കിലും മനസ്സുകൊണ്ട് പുള്ളി ലാലേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ ഒപ്പമാണ്. പക്ഷെ അത് കൺവേ ചെയ്യുന്ന ഡയലോഗ്സോ ഒന്നുമില്ല. അപ്പം ഞാൻ എന്താണ്, എൻ്റെ ഉള്ളിൽ എന്താണെന്ന് എൻ്റെ എക്സ്പ്രഷൻ വഴി വേണം ആൾക്കാരറിയാൻ. അപ്പം അത് എനിക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുണ്ട്. കാരണം സ്റ്റീവ് ലോപ്പസിനെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു, ഇവന്റെ മുഖത്ത് ഈ ഒരു ഭാവമേ ഉള്ളോ, വേറൊന്നും ഇല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ച എന്താ ഡയലോഗിന് ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു സാധനം പിടിച്ചു നോക്കാം, അതെനിക്ക് കൺവേ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കാം. അതൊരു ചലഞ്ചിങ് ആയിട്ട് എടുത്തുകൊണ്ടാണ് ഞാൻ ചെയ്യാന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ തരുണിനോട് ആദ്യമേ പറഞ്ഞു, തരുൺ എന്നോട് എപ്പോഴും പറയും, നിന്റെ കണ്ണ് കണ്ടിട്ടാണ് ഞാൻ കാസ്റ്റ് ചെയ്തത്, അതിന്റെ കണ്ണാണ്. അപ്പൊ ഞാൻ പറയാറുണ്ട്, കണ്ണ് മാത്രമേ ഉള്ളൂ. അത് നേരത്തെ പറയുകയും മാത്രമേ ഉള്ളൂ. അപ്പൊ തരുൺ പറഞ്ഞില്ല, നീ പറഞ്ഞാൽ മതി. തരുൺ ആക്ടേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര കോൺഫിഡൻസ് ഉള്ളൊരു ഡയറക്ടറാണ്. ഞാൻ ഇപ്പം ബിനു ചേട്ടനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, തരുണിന്
ഒരാളുടെ ലുക്ക് കണ്ട് ഓക്കെ ആണെങ്കിൽ അയാൾ അഭിനയിക്കുമല്ലോ എന്നൊന്നും തരുൺ അന്വേഷിക്കില്ല. ഹാൻഡിൽ ചെയ്യും. ലുക്ക് വെച്ച് ആൾ ഓക്കെയാണ്, പുള്ളി ലൊക്കേഷൻ വരട്ടെ, നമുക്ക് ചെയ്യിപ്പിച്ചെടുക്കാം, ആ ഒരു കോൺഫിഡൻസ് തരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കോൺഫിഡൻസ് അവിടെ നിന്ന് കാണിക്കുമ്പം ഓക്കെ എന്നാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് ചിന്തയിലാണ് ഇതിൽ ഇറങ്ങിയത്. കാരണം ഭയങ്കര സട്ടിലാണ് ഈ ക്യാരക്ടർ, ഭയങ്കര സട്ടിലാണ്, നിസ്സഹായാവസ്ഥയാണ് ത്രൂ ഔട്ട്. അതെ അതെ, എല്ലാ സൈഡിലും നിസ്സാവസ്ഥയാണ്, പോലീസ് സ്റ്റേഷനിൽ നിസ്സാവസ്ഥയാണ്, വീട്ടിൽ പോലും നിസ്സാവസ്ഥയാണ്, എല്ലാം കൊണ്ട് പെട്ടുപോയൊരു ക്യാരക്ടറാണ്. ഈ പറഞ്ഞതുപോലെ ഒന്നും പറയാനില്ല ആക്ച്വലി, പക്ഷെ ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതെ അല്ലെ, ആക്ച്വലി ആ ക്യാരക്ടർ മാത്രമേ എന്താ നടക്കുന്നതെന്ന് ടോട്ടാലിറ്റിയിൽ അറിയുള്ളൂ. അതെ, പക്ഷെ അത് ആരോടും പറയാൻ പറ്റില്ല. ആ ഒരു ഇപ്പൊ ആ വണ്ടിയിലിരിക്കുന്ന സീൻ തന്നെ തരുൺ ഫസ്റ്റ് അത് ബ്രീഫ് ചെയ്യുമ്പം എന്നോട് പറയുന്നത്, ഫസ്റ്റ് വണ്ടിയിലിരിക്കുമ്പം ആൾക്കാർക്ക് തോന്നണം ശരിക്കും നിന്റെ വീട്ടിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ സെക്കൻഡ് വാച്ചിങ് അവര് ചെയ്യുമ്പം അപ്പൊ അവർക്ക് തോന്നണം ഇവരെന്താ ഈ പറയുന്നത്. അത് എനിക്ക് ഞാൻ എന്ത് ഭാവമാണ് ഞാൻ അവിടെ ഇടുന്നത്, രണ്ടും തോന്നിക്കുന്നത്. അതെ അതെ. ഇപ്പൊ ലാലേട്ടനോട് ഒബ്വിയസ്ലി കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നല്ലോ, പുള്ളിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പറഞ്ഞു തരികയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഉണ്ടായിരുന്നു? ഇല്ല, മറ്റേ ആ ടോർച്ചർ ചെയ്യുന്ന സീനില് എന്താ പറഞ്ഞതെന്ന് എനിക്ക് ഓർക്കുന്നില്ല. ഫസ്റ്റ് എൻ്റെ ഒരു ഞാൻ ആ ഫുൾ കഥ പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, എന്തോ കാരണം പക്ഷെ അത് റീടേക്ക് ആയി. റീടേക്ക് ആയപ്പോഴത്തേക്കും ലാലേട്ടൻ വന്ന് പറഞ്ഞു, മോനെ ഇങ്ങനെ എത്ര ആലോചിക്കണ്ട മോനെ, നമുക്ക് സിമ്പിൾ ആയിട്ട് അങ്ങ് ചെയ്താൽ മതി, ചുമ്മാ കാഷ്വൽ ആയിട്ട് അങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ സെക്കൻഡ് ടേക്ക് ചെയ്ത് ലാലേട്ടൻ ഇവിടെ ഉണ്ട്. അത് കട്ട് പറഞ്ഞപ്പോൾ തന്നെ ലാലേട്ടൻ ഇങ്ങനെ കാണിച്ച്, അപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇതും വന്നു, ആ ടേക്ക് ഓക്കെ എന്ന് പറഞ്ഞു ഇതും വന്ന്. അപ്പൊ അതെനിക്ക് ഭയങ്കര, ലാലേട്ടൻ ഇങ്ങനെ കാണിക്കുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു സാധനമായിരുന്നു. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ 5 സിനിമകൾ 11 വർഷം 5 സിനിമകൾ ചെയ്യുന്നതിൽ ഒരു കാരണം ഒരു പക്ഷേ ഫാസിൽ സാറിൻ്റെ ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ഒരു വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എക്സ്പെക്റ്റേഷൻസിൻ്റെ പ്രഷറായിരിക്കും. അതെ, അതുണ്ട്. ഇപ്പം ഞാൻ വല്ലതും ചെയ്താൽ അവർക്കൊരു മോശം വരുമോ എന്നുള്ളൊരിതുണ്ട്. എനിക്കിടക്ക് ധ്യാനെ കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നിയിട്ടുണ്ട്. ധ്യാൻ ആ ഒരു ധൈര്യവും കോൺഫിഡൻസ് ഒക്കെ, ഇങ്ങനെ ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ. അപ്പൊ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ധ്യാനിനോട് ഭയങ്കര കുശുമ്പൊക്കെ തോന്നിയിട്ടുണ്ട്. എനിക്കും അതിന്റെ ഒരു പകുതി ധൈര്യം ഉണ്ടായാൽ മതിയായിരുന്നില്ല, ഒരു പകുതി കോൺഫിഡൻസ് ഉണ്ടായാൽ മതിയായിരുന്നു. ഒരു 8 സിനിമയെങ്കിലും ചെയ്യായിരുന്നു ഈ സമയം കൊണ്ട്. ഇതുണ്ട്, വാപ്പാടെയും ഷാനുവിന്റെയും സാധനം ബാക്ക്ഗ്രൗണ്ടിൽ കിടപ്പുണ്ട്. പക്ഷെ അതെനിക്ക് അറിഞ്ഞൂടാ അതാണോ എന്നെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടർ അതാണോ എന്നറിയില്ല. കാരണം അവരെൻ്റെ കരിയറിൽ ഇടപെട്ടിട്ടില്ല, എനിക്ക് വന്ന കഥകൾ അവർ കേൾക്കാറില്ല, അവരെന്നെ അടുത്ത് ചെയ്യുന്ന പറഞ്ഞ് പ്രഷറൈസ് ചെയ്യാറുമില്ല. നിനക്ക് ഇഷ്ടമുള്ള സാധനം വരുമ്പം ചെയ്താൽ മതി, വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടൊരു പ്രശ്നമില്ല, അങ്ങനെ അവർ പറയാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി പോയി ചെയ്തിട്ട് പിന്നെ ഈ ഗ്യാപ്പ് ഇടുന്നതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ ഇനിയിപ്പോ ചേർന്നു നീ ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ട് ഇതാണോ അത് ഒരു ടെൻഷനായി മാറി. പക്ഷെ ഇതിപ്പോ ഓക്കെ. ഈ പടം കഴിഞ്ഞിട്ട് കുറെ പേര്, സിനിമയിലുള്ള കുറെ പേരും എല്ലാരും എന്നോട് പറഞ്ഞു ഇനി അധികം ഗ്യാപ്പ് ഇടരുത്, ഓക്കെ ആവറേജ് ആണ് എന്ന് തോന്നുന്ന സാധനങ്ങളൊക്കെ കയറി പിടിച്ചോ. ഒരു 3 എണ്ണം ചെയ്യുമ്പം കറക്റ്റ് ട്രാക്കി വീഴും. പക്ഷെ എന്നിട്ടും എനിക്ക് ഇതുവരെ ഒരെണ്ണം കമ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഈ വല്ലാത്തൊരവസ്ഥയാണ് ഈ നമ്മൾ ഒരു സാധനം ചെയ്തിട്ട് പിന്നെ നമ്മളിങ്ങനെ ബ്രേക്ക് എടുത്ത് അടുത്തതിലേക്ക് എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്നതിൻ്റെ ഒരു ഗ്യാപ്പ് വല്ലാത്തൊരവസ്ഥ. ഇതൊരു മെന്റലി എങ്ങനെയാണ് സർവൈവ് ചെയ്യണത്? ഏറ്റവും കൂടുതൽ രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോഴായിരിക്കും, ഉറങ്ങാൻ കിടക്കുമ്പോഴായിരിക്കും നീ എന്താടാ നിന്റെ സ്വയം ചോദിക്കും. അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസ് ഒഴിച്ചാൽ ബാക്കി വലിയ പ്രശ്നമൊന്നുമില്ല. ഫാസിൽ സാർ ചോദിച്ചിട്ടുണ്ടോ? അപ്പ ഒരിക്കലും ചോദിക്കത്തൊന്നുമില്ല. ഒരു നടൻ നിലയിൽ ഫർഹാൻ സ്റ്റീവ് ലോപ്പസിന് കുറച്ചുകൂടെ നന്നായി, കുറച്ചുകൂടെ മെച്യൂറായി, കുറച്ചുകൂടെ ഇംപ്രൂവൈസ്ഡ് ആയി എന്ന് സ്വയം തോന്നുന്നുണ്ടോ? ക്യാരക്ടേഴ്സ് കുറച്ചും കൂടെ രസമാകുമ്പോഴാണ്. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഡയറക്ടേഴ്സ്, ഇപ്പൊ സ്റ്റീവ് ലോപ്പസ് തന്നെ ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച രീതിയിലല്ല ചെയ്തത്. രാജീവേട്ടന്റെ വിഷനിലായിരുന്നു ഞാൻ കൺസീവ് ചെയ്ത. സ്റ്റീവ് ലോപ്പസ് കുറെ കൂടെ എക്സ്പ്രസീവ് ഒക്കെ ആയിരുന്നു, തനി ഒരു ടീനേജ് പയ്യനായിരുന്നു. പക്ഷെ രാജീവേട്ടനായിരുന്നു ഇമോഷൻസ് വേണ്ട, ഡ്രാമ കട്ടിന്ന് ഭയങ്കര ഇതായിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഇപ്പൊ തുടരുമ്പിൽ എത്തുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് സട്ടിലായിരിക്കുകയും വേണം, പക്ഷെ ഇമോഷൻ അറിയുകയും വേണം. അതെ വേണം. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരുമ്പം
ആ ക്യാരക്ടേഴ്സിലുണ്ടാകുന്ന മാറ്റമാണ് ആസ് എൻ ആക്ടർ എന്നെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ ഇപ്പം കുറച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ശരി. എന്നാലും ഇനിയും കുറേ പോകാനുണ്ട്. എപ്പോഴെങ്കിലും സിനിമ വിട്ടുപോകണമെന്നങ്ങനെ തോന്നിയിരുന്നോ? ഇല്ലില്ല, എനിക്ക് ഈ ഒരു ഫ്രസ്ട്രേഷൻ്റെ ഒരു പീക്കിൽ? ഇല്ല. ഇടക്ക് ഒരു കുറച്ച് നാൾക്ക് മാത്രം എനിക്ക് ആഡ് ഫിലിംസ് ഒന്ന് ട്രൈ ചെയ്താലോ എന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ടായിരുന്നു. അഭിനയല്ല, ഡയറക്റ്റ് ചെയ്യാൻ, ആഡ്സ് ഡയറക്റ്റ് ചെയ്യാൻ. അതിന് കോയിൻസിഡൻസും ഭയങ്കര രസമായിരുന്നു. ഞാനപ്പം ആ സമയത്ത് എനിക്ക് പ്രകാശേട്ടനെ അറിയില്ല. അപ്പം ഞാൻ കുറേ നാൾക്ക് മുമ്പേ തുടരുമൊക്കെ വരുന്നതിന് മുമ്പേ ഈ ഭീഷ്മ കഴിഞ്ഞൊരു ഗ്യാപ്പിൽ അപ്പം ഞാൻ ഇങ്ങനെ ഷാനുവിനോട് ഇങ്ങനെ പറയണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, പ്രകാശേട്ടനോടൊന്ന് പറയണം എനിക്ക് ഒന്ന് അസിസ്റ്റ് ചെയ്യണമെന്ന്. പക്ഷെ ഞാൻ ഷാനുവിനോട് പറഞ്ഞില്ല. അത് ആലോചിക്കാം, ഞാൻ ഇനി ഒരു 6 മാസം വെയിറ്റ് ചെയ്ത് നോക്കാം, എനിക്ക് പടം വന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ഒരു കൊല്ലത്തേക്ക് ഞാൻ പ്രകാശേട്ടനോട് അസിസ്റ്റ് ചെയ്യാൻ പോവാം. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്ത് നിന്ന സമയത്താണ് ഈ തുടരും വന്നത്. തുടരും വന്ന് തരുൺ കഥ പറഞ്ഞ് എല്ലാം ഓക്കെ ചെയ്ത്, എന്നിട്ട് ഷൂട്ടിനൊരു 3 ദിവസം മുമ്പാണ് അപ്പം ഈ കഥ പറയുന്ന സമയത്ത് തന്നെ ഈ കാസ്റ്റ് ഒക്കെ പറഞ്ഞായിരുന്നു. അന്ന് പ്രകാശന്റെ റോൾ ആയിട്ടില്ല. ശരി. അപ്പം അന്ന് തരുൺ ഹിന്ദിന്നൊരു ആക്ടറിനെയും തമിഴിൽ നിന്നൊരു ആക്ടറിനെ, അങ്ങനത്തെ 2-3 പേരുടെ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാനും തരുണും പിന്നെ സംസാരമില്ല. പിന്നെ ഷൂട്ടിന് ഒരാഴ്ച മുമ്പാണ് ഇത് അല്ലല്ല തരുൺ അവരുടെ പ്രൊഡക്ഷൻ ഫ്ലാറ്റിലേക്ക് വരാൻ പറയുന്നത്. പ്രൊഡക്ഷൻ ഫ്ലാറ്റിലേക്ക് വന്ന് എന്നിട്ട് പറയാൻ അടുത്ത ആഴ്ച ഷൂട്ട് തുടങ്ങാണ്, എന്തൊക്കെയാണ് പരിപാടി, നമുക്ക് ഇന്ന ദിവസം ഇവിടെ നിന്ന് പോവാം എന്ന് പറഞ്ഞാൽ നമ്മൾ മുറിക്കകത്തേക്ക് പോയി. അപ്പം മുറിക്കകത്തേക്ക് പോയപ്പോൾ മറ്റേ ഈ ഒരു ബോർഡിൽ ഇങ്ങനെ കാസ്റ്റുകൾ ഇങ്ങനെ ഒട്ടിച്ച് ഇങ്ങനെ ലാലേട്ടൻ, ശോഭന മാമൊക്കെ ഉണ്ടെന്ന് ഞാൻ അപ്പോഴാണ് അറിയുന്നത്. എന്നിട്ട് ഇങ്ങനെ ഞാൻ എന്തോ സംസാരിച്ചുകൊണ്ടിരുന്ന് പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ജോർജ് സാർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. പ്രകാശേട്ടല്ലേ ഇത്? ആ പ്രകാശേട്ടാണ് ആ റോൾ ചെയ്യുന്നത്. ശരി. ഞാൻ പറഞ്ഞു കൺഫേം ആയോ? പുള്ളി ഓക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് എന്റെ ആരെ കാണണമെന്ന് വെയിറ്റ് ചെയ്തിരുന്നോ, കോയിൻസിഡന്റ്ലി പുള്ളി ഈ പടത്തിൽ വന്ന് വീഴുകയും ചെയ്തു. അതിന്റെ പിന്നെ പ്രകാശേട്ടനോട് ഞാൻ ഭയങ്കര അടുപ്പായി, ഭയങ്കര ക്ലോസ് ആയെന്ന് പറഞ്ഞാൽ. ഞാൻ ഇൻസ്റ്റയിൽ ഫോട്ടോസ് ഒക്കെ ഉണ്ട്, നിങ്ങൾ യാത്ര പോയത്. യാത്രയല്ല, അത് ഈ ഷൂട്ടിന്റെ ഇടയ്ക്ക് പോയതിന്റെ യാത്രയായിരുന്നു. നമ്മള് കമ്പന്തേനി ഷൂട്ട് ചെയ്ത ആ ട്രാവലായിരുന്നു അത്. പക്ഷെ എനിക്കൊന്ന് എല്ലാ ദിവസവും ഞാനും പ്രകാശേട്ടനും സുനിലേട്ടനും എൻ്റെ റൈറ്റർ, നമ്മൾ 3 പേരാണ് എപ്പോഴും ത്രിമൂർത്തികളായിരുന്നു, എപ്പോഴും ഒന്നിച്ചാണ് നടക്കുന്നത്. സുനിലേട്ടനെ ലാലേട്ടൻ കാണുമ്പോൾ എപ്പോഴും ചോദിക്കും, എവിടെ നമ്മുടെ ചെറുത് എവിടെ, ശരി നല്ലോണം നോക്കണം അവനെ എന്നൊക്കെ സുനിലേട്ടൻ എപ്പോഴും പറയായിരുന്നു. ഒരുപക്ഷെ ലാലേട്ടൻ്റെ ക്യാരക്ടറിന് അത്രയും വലിയൊരു പവർ അല്ലെങ്കിൽ അത്രയും വലിയൊരു ഇമ്പോർട്ടൻസ് ഇട്ടൊരു പക്ഷേ ഈ ജോർജ് എന്നുള്ള ക്യാരക്ടർ പവറും കൊണ്ടായിരിക്കും. വില്ലൻ അടിപൊളിയാകുമ്പോൾ നായകൻ അതിലും സൂപ്പർ ആയിരിക്കുമല്ലോ. അതെ, കുറെ നാളായിട്ട് മലയാളത്തിൽ മിസ് ചെയ്യുന്ന ഒരു സാധനമായിരുന്നു, ഭയങ്കര ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വില്ലൻ. അപ്പൊ ഈയിടെയായിട്ട് എപ്പോഴും കയ്യടി വാങ്ങുന്ന ഹീറോ ആണ്. അതെ, ഇതിപ്പോ ലാലേട്ടൻ മറ്റേ അവസാനത്തെ 2 റീലാണ് പുള്ളി ഹീറോയിസം കാണിക്കുന്നത്. അതുവരെ ഫുൾ ജോർജ് സാറും ബെന്നിയും കൂടെയാണ് അത് വെറുപ്പിന്റെ പീക്കിൽ എത്തിച്ചിട്ടാണ് അതെ അടിക്കുന്നത്. അതെ അത് പിന്നെ ഈ പ്രകാശേട്ടൻ വന്നതിന്റെ ഒരു അഡ്വാൻറ്റേജും ഉണ്ടായിരുന്നു, പുള്ളി ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. അതെ. ഫർഹാന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ഫഹദ് എന്നൊരു ആക്ടർ ഷാഡോ ചെയ്യപ്പെട്ടിട്ടുണ്ടോ കരിയറിൽ? ഇല്ല, അത് വന്ന സമയത്ത് മാത്രം ഫഹദിന്റെ അനിയൻ അപ്പൊ ആ ഒരു പ്രതീക്ഷയിലായിരിക്കുമല്ലോ വരുന്നത്. അത് ഭയങ്കര ഒരു ബേർഡൻ ആയിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്ന് വെച്ചാൽ അത് ആദ്യത്തെ പടം കഴിഞ്ഞപ്പോ തന്നെ പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഭീഷ്മയുടെ പ്രിവ്യൂ കഴിഞ്ഞിട്ട് സൗബിൻ ഷായർ സൗബിനൊക്കെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഫഹദിനെ ഓർമ്മ വരുന്നുണ്ട്. അത് ആക്ടിങ് അല്ല, ചിലപ്പം ഒരു നോട്ടോ ആയിരിക്കും, അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് ആയിരിക്കും, എവിടെയൊക്കെയോ നമുക്ക് പെട്ടെന്ന് ഫഹദിനെ കാണാൻ പറ്റുന്ന പോലെ തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് ആക്ടിങ് ഉദ്ദേശിച്ച് അല്ല പറയുന്നത്. അല്ല, ഞാനിപ്പോ ആക്ടിങ്ങിനെ കുറിച്ച് അല്ലല്ലോ. ഇപ്പൊ റിയൽ ലൈഫിൽ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഐ മീൻ നമ്മളെ പരിചയമുള്ളവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ പരിചയം ഇല്ലാത്തവരാണ് ഇപ്പം ഈ യൂട്യൂബിൽ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ കമന്റ്സ് വായിക്കുമ്പോൾ ഒക്കെ ചിലർ പറയും കണ്ണടച്ച് കേട്ട ഫഹദ് സംസാരിക്കുന്ന പോലെ തന്നെയുണ്ട്. പിന്നെ ഈ കണ്ണിന്റെ കാര്യം ചിലർ പറയും സെയിം കണ്ണാന്ന് പറയും. പക്ഷെ ഇതൊക്കെ പറയുന്നത് നമ്മളെ അറിയാത്ത ആൾക്കാരാണ്. പേഴ്സണലി അറിഞ്ഞ ആൾക്കാർ ഇതുവരെ നമ്മൾ സിമിലർ ആണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ല. ഈ തുടരും ശരിക്കും ഒരു ബെഞ്ച് മാർക്കാണ്. ഫർഹാന്റെ കരിയറിൽ ഒരു ബെഞ്ച് മാർക്ക് തന്നെയാണ് തുടരും. അതിൽ താഴെ ഇനി പോകാൻ പറ്റില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ സിനിമകൾ തുടർച്ചയായിട്ട് ചെയ്യാൻ വേണം. എന്ത് ചെയ്യും? നല്ലത് വല്ലതും വരും എന്നുള്ള ഹോപ്പിൽ ഇരിക്കാന്നേ ഉള്ളൂ. ഇപ്പം
ഇപ്പം ഞാനും എൻ്റെ ഫ്രണ്ട്സും കുറച്ച് പടങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തെ പടങ്ങൾ പ്ലാൻ ചെയ്യുമ്പം ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ കാണാൻ താല്പര്യമുള്ള ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി എഴുതാം. അങ്ങനെ എഴുതാം. എന്നെ അവർക്ക് അറിയാവുന്നതുകൊണ്ട്, എൻ്റെ മൈനസ് എന്താണെന്നും പോസിറ്റീവ് എന്താണെന്നും അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവർക്ക് അത് മനസ്സിൽ വെച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ ഒരു സീൻ എഴുതാം. ഒന്നെങ്കിൽ ഞാൻ അങ്ങനെ ഇരുന്ന് ഒരു സിനിമ ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ ഒരു നല്ല ഒരെണ്ണം വരും വെയിറ്റ് ചെയ്യണം. അതല്ല, ഇപ്പൊ നിങ്ങൾക്ക് ഒരു സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ഉണ്ടോ ഫർഹാന് വേണ്ടി കഥ എഴുതുന്ന? ഇല്ല, സർക്കിളൊന്നുമില്ല, 1-2 പേരൊക്കെ കാണുള്ളൂ. അത് അവര് സിനിമയിൽ വന്നിട്ടില്ല കേട്ടോ. ശരി. ഇതൊരു സിനിമ അവരിപ്പോ അസിസ്റ്റൻസ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ എൻ്റെ കോളേജ് തൊട്ട് അറിയാവുന്ന ആൾക്കാരൊക്കെ ആയിരുന്നു. അപ്പോൾ അവരുമായിട്ട് ഇങ്ങനെ ഐഡിയാസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും എന്നല്ലാതെ ഒരു കോൺക്രീറ്റ് ആയിട്ട് ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇനി അത് വർക്ക് ചെയ്ത് നോക്കണം അതെങ്ങനെ വരും. അച്ഛൻ്റെ മാത്രമല്ല, ഇപ്പോഴത്തെ സിനാരിയോയില് ഒരു പ്രൊഡ്യൂസറിനെ കിട്ടാനാണ് ഇപ്പൊ സ്റ്റാർസിനോട് ചെയ്യാൻ പറയാന്ന്. അല്ല, അത് ഒരു ഓപ്ഷൻ, അത് ബാക്കപ്പ്. അവസാനം ബാക്കപ്പ് ഒന്നും കിട്ടിയില്ലെങ്കിൽ അങ്ങോട്ട്. ഇപ്പൊ സ്റ്റാർസിനെ വെച്ച് പ്രൊഡ്യൂസറിനെ കിട്ടാൻ എളുപ്പമാണ്. അതല്ലാത്തവർക്കാണ്, ഇപ്പം നമ്മളെ പോലുള്ളവർക്കൊക്കെയാണ് പ്രൊഡ്യൂസറിനെ കിട്ടാൻ പാട്. ഫർഹാന് വരുന്ന ക്യാരക്ടേഴ്സ് കൂടുതൽ OTT ആണോ അല്ലെങ്കിൽ തിയേറ്ററിൽ പറയുന്ന കഥകളാണോ? എനിക്ക് അത് ആക്ച്വലി ഭയങ്കര രസമാണ്. എനിക്ക് സ്റ്റീവ് ലോപ്പസ് കഴിഞ്ഞ് കുറേ നാള് വന്നുകൊണ്ടിരുന്ന ക്യാരക്ടേഴ്സ് അങ്ങനെ ഓഫ് ബീറ്റ് പടങ്ങളായിരുന്നു, ഭയങ്കര ഓഫ് ബീറ്റ് പടങ്ങളായിരുന്നു. അൺടോൾഡ് കഴിഞ്ഞ് എല്ലാം അങ്ങനത്തെ വന്നുകൊണ്ടിരുന്നത് ഭയങ്കര ഒരു റൂത്ത്ലെസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. ഭീഷ്മ കഴിഞ്ഞ് എനിക്ക് പിന്നെ വില്ലൻ റോൾസ് ആയിരുന്നു ത്രൂ ഔട്ട് വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ തുടരും കഴിഞ്ഞ് എനിക്ക് കുറെ പോലീസ് റോൾസ്, പക്ഷേ മറ്റേ ഇതുണ്ട്, എന്താണ്, പ്രൊമോഷൻ ഉണ്ട്, CISI അങ്ങനെ ഇപ്പൊ പോലീസ് റോൾസ് ആയിരുന്നു. അപ്പൊ ഞാൻ ആദ്യമേ പോലീസ് ആണെങ്കിൽ ഞാനില്ല, എനിക്ക് ഉടനെ അടുത്തൊരു പോലീസ് പിടിക്കണ്ട. അതങ്ങനെ ചെയ്യുന്നതിന്റെ അതേ ഒരു ഇതിലാണ് പിന്നീട് വരുന്ന സാധനങ്ങൾ. അതിൽ നിന്ന് മാറി ഒരെണ്ണമൊക്കെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല, ഇപ്പോൾ ഒരു പക്ഷേ ഒരു ഫസൽ സാറിൻ്റെ ഫാമിലിയിൽ അല്ലായിരുന്നു ഫർഹാനെങ്കിൽ ഇതേപോലെ ചോയ്സിനുള്ള സാവകാശം, ചോയ്സിനുള്ള ഇത് കിട്ടുമായിരുന്നു? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പം ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലായിരുന്നെങ്കിൽ ഓഫ്കോഴ്സ് ഞാൻ സർവൈവലിന് വേണ്ടി ഞാൻ പടം ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇതൊരു അവിടെ ഒരു കംഫർട്ട് സോൺ ഇങ്ങനെ ഉള്ളതുകൊണ്ടുള്ള പ്രശ്നമാണ്. പക്ഷെ അത് ബ്രേക്ക് ചെയ്യണം. ഇപ്പൊ ഫഹദ് സെക്കൻഡ് ഇതില് ഫഹദ് അത് കട്ട് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. എനിക്കത് കട്ട് ചെയ്യണം. ഇനി വൈകാനും പറ്റില്ല. അതെ, ഇനി അത് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് അങ്ങ് ചെയ്യണം. ഇപ്പൊ നേരത്തെ പറഞ്ഞു ഇനിയിപ്പോൾ കുറച്ചുകൂടെ ചെറുപ്പൻ റോൾ ചെയ്യാം, ഇല്ലെങ്കിൽ നാള് ഈ ചെറുപ്പൻ റോള് പരിപാടി നടക്കൂലെന്ന്. അതെങ്ങനെ ജോണറുള്ള സാധനമാണ്? ഇപ്പൊ ചെറുപ്പം റോൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോളേജ് കുമാരനാവാം, അല്ലെങ്കിൽ അതല്ലേ ഞാനിപ്പോ ചെറുപ്പം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന കുറച്ചും കൂടെ ഒരു, ഇപ്പൊ നമ്മൾ ഈ സോയ അക്തറിന്റെ പടങ്ങളൊക്കെ കാണുമ്പോൾ ഉള്ള ഒരു മൂഡില്ല, അതിൻ്റെ അകത്ത് ഒരു ക്യാരക്ടേഴ്സിന്റെ ഒരു എനർജിയും, ഇപ്പൊ സിന്ദഗി നാമിലേക്ക് ആണെങ്കിലും ദുരന്തനഗ്നതും ഒക്കെ ആണെങ്കിലും അതിൻ്റെ അകത്തെ ക്യാരക്ടേഴ്സിനുള്ള ഒരു എനർജിയും വൈബും ആറ്റിറ്റ്യൂഡൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഒരു സാധനം എനിക്ക് പിടിച്ചാൽ കൊള്ളാന്ന് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. കാരണം അങ്ങനത്തെ കുറെ ആൾക്കാരെ എനിക്കറിയാം, ഞാൻ കുറെ ആൾക്കാരെ അങ്ങനത്തെ കുറെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സാധനം എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. കുറച്ച് കെയർ ഫ്രീ ആയിട്ട് ചെറിയൊരു ആറ്റിറ്റ്യൂഡൊക്കെ കാണിച്ച് നടക്കുന്ന ഒരാൾ. അപ്പം അങ്ങനത്തെ അതിപ്പോൾ എൻ്റെ കോൺഫിഡൻസ് ആണോ, ചിലപ്പോൾ തെറ്റിയേക്കാം. പക്ഷെ അങ്ങനത്തെ ഒരു സാധനം ചെയ്യണമെന്നൊരു ഭയങ്കര ആഗ്രഹമുണ്ട്. അതെനിക്ക് കുറേ നാളായിട്ടുണ്ട്. ഈ ഫഹദായിട്ട് ചർച്ച ചെയ്യാറുണ്ട് ഒരു കഥാപാത്രം വന്നാൽ അതിനെങ്ങനെ ഡെപ്ത് കൂട്ടാം? ഇല്ല, ഇതുവരെ ചെയ്തിട്ടില്ല. അല്ല, സ്വാഭാവികമായിട്ട് ചോദിക്കാലോ, സഹോദരനല്ലേ? അല്ല, ചോദിക്കാം. നമ്മുടെ വർക്ക് ഡിസ്കസ് ചെയ്യാറില്ല, നമ്മൾ സിനിമ ഡിസ്കസ് ചെയ്യും, അല്ലാതെ ഒരു പെർഫോമൻസ് ഒരു ആക്ടറോ അങ്ങനെ ഡിസ്കസ് ചെയ്യില്ല. ഒരു സിനിമ ആസ് എ ഹോള് നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്കസ് ഒക്കെ ചെയ്യും. പക്ഷെ ഷാനു ഒരു കഥ കേട്ട് വന്നിട്ട് അതിൻ്റെ ഐഡിയ ചിലപ്പം ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് പറയും. പക്ഷെ അത് ഷാനു എങ്ങനെ ചെയ്യാൻ പോകുന്നോ അങ്ങനത്തെ ഡിസ്കഷനിലേക്ക് പോകില്ല. ഇപ്പൊ ഒരു സിനിമ അല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു ഫർഹാന്റെ ഒരു പ്ലാൻ? എനിക്ക് ചെറുപ്പം തൊട്ടേ എൻ്റെ ആ രണ്ട് സാധനം ഉള്ളായിരുന്നു എൻ്റെ മനസ്സിൽ. അത് സിനിമയും ക്രിക്കറ്റും ആയിരുന്നു. ക്രിക്കറ്റ് വേണ്ടെന്ന് വെച്ച് ക്രിക്കറ്റ് പിന്നെ അതിനുള്ളൊരു പുഷൊന്നും കിട്ടിയില്ല. ശരി, സിനിമയും ക്രിക്കറ്റും അല്ലാതെ ഞാൻ വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിച്ചിട്ടില്ല. ആക്ടിങ്ങിൽ ഞാൻ ഇനിയിപ്പോൾ നാളെ എനിക്ക് റോൾസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ഒക്കെ പോകും. പക്ഷെ സിനിമ വിട്ടു പോകില്ല, സിനിമയിൽ തന്നെ ആയിരിക്കും ഞാൻ. തുടരിന് ശേഷം വരുന്ന കഥാപാത്രങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ എങ്ങനെ ഡീൽ ചെയ്യാനാണ് ഫർഹാൻ ഉദ്ദേശിക്കുന്നത്?
കുറച്ചും കൂടെ ഒരു എനർജറ്റിക് ആയിട്ടുള്ളൊരു സാധനം, അധികം സട്ടിലിറ്റി പിടിക്കാതെ. ഇപ്പം ഞാൻ ചെയ്ത മെജോറിറ്റി പടങ്ങളും ഭയങ്കര സട്ടിലായിട്ടാണ് പിടിച്ചിരിക്കുന്നത്. ശരിയാണ്, ഏറെക്കുറെ എല്ലാം സട്ടിലായിട്ടാണ് പിടിച്ചിരിക്കുന്നത്. അതൊന്ന് മാറ്റി കുറച്ച് ഒരു പൊടിക്കൊന്ന് കൂട്ടി, കാരണം അങ്ങനെ ഒരു വ്യക്തിയല്ല അല്ല വ്യക്തിയല്ല, അപ്പൊ അതൊന്നും മാറ്റി പിടിച്ചാൽ കണ്ടത്. ഈ സട്ടിലിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു കംഫർട്ട്, നമുക്ക് സുഖമാണ് ചെയ്യാൻ. ശരി. മറ്റേ കുറച്ച് നമ്മളൊന്ന് ഇളകി ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് ഒരു പൊടി കഴിഞ്ഞാൽ പിന്നെ അത് ഓറായി പോകും, അലമ്പായി പോകും. അപ്പൊ അത് ഒരു സട്ടിലിൽ അത്ര പ്രശ്നമില്ല, അത് നമുക്ക് ഒരു കറക്റ്റ് ഒരു മീറ്റർ കിട്ടി അതങ്ങനെ പയ്യെ പിടിച്ചു പോവാം. പക്ഷെ മറ്റേലേക്ക് പോയാൽ ഇപ്പം ഷാനുവിന്റെ ചില പടങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒരു പൊടി മോളിൽ പോയാൽ ആവേശം തന്നെ. ആവേശം, ഇപ്പം സത്യേട്ടന്റെ പടങ്ങള്, ഇതൊക്കെ ഒരു പൊടി മോളിൽ പോയാൽ ഓറാവുന്ന സാധനങ്ങളാണ്. പക്ഷെ ഷാനു ആ ബാലൻസ് കറക്റ്റ് പിടിക്കും, അത് പൊടിയിൽ മുകളിലേക്ക് വിടൂല. അത് ഈ എക്സ്പീരിയൻസിന്റെ എക്സ്പീരിയൻസിന്റെയാണ് അതൊക്കെ. അപ്പം എനിക്കിപ്പോ ഇനി അധികം സട്ടിലാവണ്ട, ഒരു പൊടി ഇനി മുകളിലേക്ക് പോവാം എന്നുള്ളൊരു ചിന്ത മനസ്സിൽ കയറിയിട്ടുണ്ട്. കൂടുതൽ പടങ്ങൾ തുടരെ ഗംഭീരമായിട്ട് വരട്ടെ എന്ന് തന്നെ നമ്മുടെ ആഗ്രഹം. കൂടുതൽ സിനിമകൾ വരട്ടെ എന്ന് ആശംസിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു.